ഹായ് ഗേയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അപ്പോൾ നിങ്ങൾ ഈ 2-3 ആഴ്ചയായിട്ട് മഴയും വെള്ളപ്പൊക്ക ഉരുൾപൊട്ടലൊക്കെ ആണല്ലോ. ഇന്നലെയും പിന്നെ നാളെയും അപ്പോൾ മഴയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഇഴജന്തുക്കൾ ഇതിൻ്റെ ഇടയിൽ കയറി വരാൻ സാധ്യതയുണ്ട്. ഇഴജന്തുക്കളെ ഇടയിൽ കയറി വരാനേ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കെട്ടിയെടുക്കുന്ന ഈ വെള്ളം, പിന്നെ നിറഞ്ഞെടുക്കുന്ന വെള്ളത്തിലൊക്കെ ഈ ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇവരൊക്കെ കൂടുതലായിട്ട് കാട്ടിലൊക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്ന ഇതിലൊക്കെ ഇഴജന്തുക്കളൊക്കെ വന്ന് കയറി കിടക്കും. അവരതിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ കുട്ടികളെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളെ കുഞ്ഞുമക്കളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങാനും പാമ്പ ചേരാനും കുഴപ്പമില്ലെന്നില്ല. ഈ പറഞ്ഞ ജന്തുക്കളൊക്കെ മൂർഖനൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്ക് അറിയില്ല ഇതിൽ കിടക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഈ വെള്ളം എവിടെയാണ് കൂടുതലായിട്ട് കെട്ടിക്കിടക്കണം അവിടെയൊക്കെ ഇഴജന്തുക്കളൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ആ രീതിയിലാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇഴജന്തുക്കളൊക്കെ വന്ന് കാലുമൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ സൂക്ഷിക്കുക. മനസ്സിലായി? നിങ്ങളുടെ കാര്യം നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവൻ്റെ സുരക്ഷയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾ. കാരണം നിങ്ങളെ കാണാണ്ട് നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യും? നിങ്ങളില്ലാത്ത സമയത്ത് പുറത്തേക്ക് കിടക്കും. അവർക്ക് അറിയില്ല ഈ കെട്ടിയെടുക്കുന്ന വെള്ളത്തിലൊക്കെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടോയെന്ന് അവർക്കറിയില്ല. അവർ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാലും കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പെട്ടെന്ന് മരണപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്നൊക്കെ കടിച്ചെന്നില്ലേ പെട്ടെന്ന് തന്നെ അവർ മരണത്തിലേക്ക് തന്നെ പോവും. പിന്നെ അതിനുശേഷം നിങ്ങൾ അയ്യോ എൻ്റെ മക്കളുടെ കാലും മക്കളുടെ ശരീരത്ത് പാമ്പ് കടിച്ചല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മക്കളുടെ ജീവന സുരക്ഷ അത് നിങ്ങൾക്ക്, അത് മറ്റുള്ളവർക്കല്ല. അപ്പോൾ നിങ്ങളെ കുട്ടികളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറുതായിട്ട് ഒന്ന് സേഫ്റ്റി ആയിട്ട് നോക്കണം. നിങ്ങൾ ആകാശത്ത് നോക്കി നടക്കരുത്, താഴത്ത് തന്നെ നോക്കി നടക്കണം. മനസ്സിലായി? അല്ലെങ്കിൽ ഇഴജന്തുക്കളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അവർ.
പിന്നെ ജീവൻ സംരക്ഷിച്ച് എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല, ഈസിയല്ല. കാരണം ജന്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിഷം ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാടാണ്. പിന്നെ ആശുപത്രി കേസ്, പിന്നെ ആശുപത്രി പോയി കഴിഞ്ഞാൽ അഡ്മിറ്റാകേണ്ടി വരും, പിന്നെ വളരെ മുട്ടിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടികൾ എന്തിനാ? അവനവൻ്റെ ജീവൻ അവനവൻ തന്നെ സംരക്ഷിക്കുക, മനസ്സിലായ? എനിക്ക് ഇത്ര പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഈ വെള്ളപ്പാച്ചിലൊക്കെ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ നിങ്ങൾ പറയണം, നിങ്ങൾ ഇത്തരത്തിൽ നടക്കുന്ന സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും പോകരുത്. കാരണം ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഇനിയുള്ളൂ, അതുകൊണ്ട് പുറത്തേക്ക് പോകരുതോ. അപ്പോൾ നിങ്ങൾ അവരോട് എന്ത് പറയണോ? പാമ്പിച്ചി വരും നിങ്ങളെ കടിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഒരു സേഫ്റ്റി ആയിട്ട് വരുത്താം. അപ്പോൾ പറയാം അവരോട്, പുറത്തേക്ക് കൊടുക്കുമ്പോൾ പാമ്പിച്ച് വന്ന് കടിക്കുന്നു പറഞ്ഞാൽ അവർ ഒരിക്കലും അവിടേക്ക് പോവില്ല. പരമാവധി നിങ്ങൾ അവരോട് പറയാം, അവിടേക്ക് പോവർക്ക്, ഈ വെള്ളപ്പാത്തിൽ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോവർക്ക്. പാമ്പിച്ച് വന്ന് കടിക്കും, നിങ്ങൾക്ക് അറിയില്ല. മക്കൾ ഒന്ന് അവിടേക്ക് പോവരിക്കോ. പിന്നെ അച്ഛനമ്മയും വിട്ട് ഒരു സ്ഥലത്തേക്കും പോവരിക്കെന്ന് പറയാം. അച്ഛനമ്മയും വിട്ട് അച്ഛനമ്മയും പറയാൻ അനുസരിച്ചാണ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വല്ല പാമ്പിച്ച് വന്നു നിങ്ങളെ കടിക്കും. നിങ്ങളെ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ ചത്തുപോകുമെന്ന് പറയാം. എന്ന് പറയാൻ അച്ഛനും അമ്മേനെയും ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മക്കളെയും സേഫ്റ്റി ആയിട്ട് സംരക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താമെന്ന്. പറഞ്ഞ് കേൾക്കുക, നിർദ്ദേശങ്ങൾ അനുസരിക്കുക. കുഞ്ഞുമക്കളെ ഒന്നും പുറത്തേക്ക് അധികം വിടാണ്ടിരിക്കുക. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ പേടിക്കണം. കാരണം ഈ മഴവെള്ളപ്പാച്ചിലൊക്കെ ഈ സമയത്ത് വളരെയധികം കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മക്കളെയും പുറത്തേക്ക് വിടാണ്ടിരിക്കണം. പിന്നെ പുറത്തേക്ക് സർക്കിട്ടുള്ള പോക്ക് നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം നിങ്ങളുടെ ജീവൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ അവസാനിക്കണ വരെ, തീരണ വരെ നിങ്ങൾ പുറത്തേക്ക് ഒരു സ്ഥലത്തിൽ പോവാണ്ടിരിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ പോവുക, വരിക. അത്യാവശ്യം ഉണ്ടെങ്കിൽ വല്ല പരിപാടി, വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിൽ, അത്യാവശ്യമുള്ള ഫങ്ഷൻ, അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പോവുക. അതുപോലെ തന്നെ നോക്കിക്കൊണ്ട് വീട്ടിലേക്ക് വരാം. പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾ കുടുംബത്തോടൊപ്പം പോവുക, കുടുംബത്തോടൊപ്പം പോവുക. പിന്നെ നിങ്ങൾ കുഞ്ഞുമക്കളെ നിങ്ങളുടെ രീതിയിൽ സംരക്ഷിക്കുക. നിങ്ങളെ അടുത്ത് നിർത്തുക കുഞ്ഞുമക്കളെ. അല്ലാണ്ട് നിങ്ങളൊക്കെ അവരെ കൈവിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ നഷ്ടമാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളുടെ കുഞ്ഞുമക്കളെയും നല്ല രീതിയിൽ സംരക്ഷിക്കുക, ജീവൻ നിലനിർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.
അടുത്ത വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റുമായിട്ട് ഞാൻ ഇനി വരാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.